ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഡ്യു സ്പീക്കേഴ്സ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ബാലൻസിങ് എന്ന ടോപ്പിക്കാണ്. തിയറി ഓഫ് മെഷീൻസ് എന്ന ഒരു മേജർ സബ്ജക്റ്റിൽ വരുന്ന ബാലൻസിങ് എന്ന ടോപ്പിക്കാണ്. സോ ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് PSCകളിൽ സോഫാർ ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതേപോലെ തന്നെ നമ്മൾ മെഷീൻ ഡിസൈൻ, ഫ്ലൂയിഡ് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ് അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അന്നേരം തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുത്തേക്കുക. ഓക്കെ, അപ്പം താമസിയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ബാലൻസിങ് ഓഫ് മെഷീൻസാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. തിയറി ഓഫ് മെഷീൻസിലുള്ള ടോപ്പിക്കാണ്. സോ വാട്ട് ഈസ് ബാലൻസിങ്? ബാലൻസിങ് എന്താ? നമുക്ക് ഏതൊരു മെഷീൻ എടുത്ത് നോക്കിയാലും അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് ഉണ്ടാവും. ആ കോമ്പോണൻസ് നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമുള്ള സൗണ്ടും ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷൻസും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. സോ ഇറ്റ് ഹാസ് ടു ബി അവോയ്ഡ്. അത് അവോയ്ഡ് ചെയ്യണമല്ലോ. സോ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ഷാഫ്റ്റാണ്. ആ ഷാഫ്റ്റിൽ കുറേ മാസസ് അല്ലെങ്കിൽ കുറച്ച് വെയ്റ്റ്സ് വെച്ചിട്ടുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു എക്സെൻട്രിസിറ്റി കാരണം തന്നെ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. സോ ഒരു മെഷീനായിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നു. മെഷീൻസിൽ ഇഷ്ടം പോലെ കോമ്പോണൻസ് ഉണ്ട്. ആ കോമ്പോണൻസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് ഭയങ്കരമായിട്ടുള്ള സൗണ്ടും നോയ്സും വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. സോ അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ബാലൻസിങ് മാസസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ എങ്ങനെയാണത് കൊടുക്കുന്നത്, എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ബാലൻസിങ്ങിൽ പഠിക്കുന്നത്. തിയറി ഓഫ് മെഷീൻസിലാണ് വരുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻ എ ലോക്കോമോട്ടീവ്, അതായത് ഒരു ലോക്കോമോട്ടീവ് എന്തെങ്കിലും ഒരു കാറോ സംതിങ് അതിലെന്തെങ്കിലും ആവട്ടെ, ദ റേഷ്യോ ഓഫ് ദ കണക്റ്റിംഗ് റോഡ് ലെങ്ത് ടു ദ ക്രാങ്ക് റേഡിയസ് ഈസ് കെപ്റ്റ് ലാർജ് ഇൻ ഓർഡർ ടു. അതായത് KPSC അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ 2015 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ SSC JEക്കോ അല്ലെങ്കിൽ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിനോ ഓർ ഈവൻ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 2021 വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. സോ അതിൽ വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അത് കേരള PSCയിൽ തന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചതായതുകൊണ്ട് തന്നെ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ബീങ് ആസ്ഡ് റിപ്പീറ്റഡ്ലി, പിന്നെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദ കണക്റ്റിംഗ് റോഡ്. നമുക്കറിയാം എന്താണ് കണക്റ്റിംഗ് റോഡ് എന്നുള്ളത്. ആ കണക്റ്റിംഗ് റോഡും ക്രാങ്ക് റേഡിയസും തമ്മിൽ, കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എഞ്ചിൻ നോക്കുവാണെങ്കിൽ, ഒരു എഞ്ചിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിലെ പിസ്റ്റണും അതേപോലെ തന്നെ ക്രാങ്കും കണക്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ് ഈ കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കണക്റ്റിംഗ് റോഡും ക്രാങ്ക് റേഡിയസും തമ്മിലുള്ള റേഷ്യോ, ദാറ്റ് ഈസ് നമ്മൾ പറയുന്നത് L/R റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ L/R റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് വെരി വെരി ലാർജ് ദാൻ 1. അത് 1നേക്കാളും ഒത്തിരി നമ്മൾ കൂട്ടി വയ്ക്കുന്നുണ്ട്. ദെൻ അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമൈസ് ദ എഫക്റ്റ് ഓഫ് പ്രൈമറി ഫോഴ്സ്. അപ്പം പ്രൈമറി ഫോഴ്സ്, സെക്കൻഡറി ഫോഴ്സ്, അങ്ങനെ 2 ഫോഴ്സുകളുണ്ട്. അതെല്ലാം 2 അൺബാലൻസുകളാണ്. അപ്പം പ്രൈമറി അൺബാലൻസിനെ കുറയ്ക്കാനായിട്ട് സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് മിനിമൈസ് എഫക്റ്റ് ഓഫ് സെക്കൻഡറി ഫോഴ്സ്. ആൻഡ് തേർഡ് ഓപ്ഷൻ ഹാവ് പെർഫെക്റ്റ് ബാലൻസിങ്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ദാറ്റ് ഈസ് സ്റ്റാർട്ട് ദ ലോക്കോമോട്ടീവ് ക്വിക്ക്ലി. ഒരു ലോക്കോമോട്ടീവിനെ ക്വിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ശരിക്കും ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് സെക്കൻഡറി ഫോഴ്സ് എന്നുള്ളതാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ആക്സിലറേഷൻ ഫോഴ്സ് ഓർ ഇനേഷ്യ ഫോഴ്സ് ഓഫ് ദ റെസിപ്രോക്കറ്റിംഗ് പാർട്സ്. നമുക്ക് അൺബാലൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വെഹിക്കിളിനുള്ളിൽ പല അൺബാലൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ട് പ്രൈമറി അൺബാലൻസ് ഫോഴ്സ് ആൻഡ് സെക്കൻഡറി അൺബാലൻസ് ഫോഴ്സ് ഉണ്ട്. പ്രൈമറി അൺബാലൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് MR⍵² ഇൻറ്റു cos θയും സെക്കൻഡറി ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് MR⍵² cos 2θ/n. സോ ടോട്ടൽ അൺബാലൻസ് എന്താ വരുന്നത്? MR⍵² കോമൺ എടുത്തു കഴിഞ്ഞാൽ cos θ പ്ലസ് cos 2θ/n എന്നുള്ളതാണ് ദ ടോട്ടൽ അൺബാലൻസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഈ സെക്കൻഡറി ഫോഴ്സ് ദാറ്റ് ഈസ് MR⍵² cos 2θ/n എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ ഇല്ലാതാക്കാൻ, അല്ല അതിൻ്റെ വാല്യൂ കുറയ്ക്കാൻ, ഇല്ലാതാക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷേ അതിൻ്റെ വാല്യൂ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ അതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ L/R റേഷ്യോ ഗ്രേറ്റർ ദാൻ നമ്മൾ 1 വയ്ക്കുന്നത്, വളരെ കൂട്ടി വയ്ക്കുന്നത്. ഓക്കെ, ഇനി ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ലോക്കോമോട്ടീവ് ഇൻ എനി പൊസിഷൻ ദ ക്രാങ്ക് ഓഫ് ലോക്കോമോട്ടീവ് വിത്ത് 2 സിലിണ്ടർ ആർ പ്ലേസ്ഡ്.
അതായത് നമുക്കറിയാം ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിൻ നോക്കുവാണെങ്കിൽ അതിനുള്ളിൽ ഓരോ സിലിണ്ടറിനും ഓരോ ക്രാങ്ക് വെച്ച് കൊടുക്കണം. സോ മൾട്ടി ക്രാങ്കുകൾ, ഇഷ്ടം പോലെ തന്നെ ക്രാങ്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ക്രാങ്കുകൾ തമ്മിലുള്ള ആംഗിൾസിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ 2 ക്രാങ്കാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ക്രാങ്കുകൾക്കിടയിൽ. അതേപോലെ വേണമെങ്കിൽ അതൊരു വി എഞ്ചിനൊക്കെ ആണെങ്കിൽ വേറൊരു ആംഗിളായിരിക്കും ഉണ്ടാവുക, മേ ബി ഒരു 120 ഡിഗ്രിയൊക്കെ പാട്ടായിരിക്കും വെക്കുന്നത്. സോ ഈ ആംഗിളിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. ഈ ആംഗിൾ, ഒരു പർട്ടിക്കുലർ ആംഗിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഏത് ആംഗിൾ വെച്ചാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് 45 ഡിഗ്രി ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്, 120 ഉണ്ട്, 180 ഉണ്ട്. ആൻഡ് ദ ആൻസർ ഈസ് കമ്മിങ്, ദാറ്റ് ഇസ് 90 ഡിഗ്രി. 90 ഡിഗ്രിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ 2 ക്രാങ്കുകളും വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 90 ഡിഗ്രി, അതായത് ഇവിടെ 1 എന്ന് പറഞ്ഞൊരു ക്രാങ്ക് ഉണ്ട്, 2 എന്ന് പറഞ്ഞ വേറൊരു ക്രാങ്ക് ഉണ്ട്. സോ വെൻ 1 and 2 ആർ പ്ലേസ്ഡ് എപ്പാർട്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ സ്റ്റാർട്ടിങ് ഓഫ് ദ ലോക്കോമോട്ടീവ്. ഞാൻ എടുത്തിരിക്കുന്ന ലോക്കോമോട്ടീവിൻ്റെ സ്റ്റാർട്ടിങ് അത് ഏത് പൊസിഷനിലാണല്ലോ അതെനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, സോ 90 ഡിഗ്രി എന്നുള്ള ആംഗിൾ പഠിച്ചു വെച്ചേക്കുക. And the third question, the primary disturbing force due to inertia of the reciprocating parts of mass m at radius r rotating with an angular velocity omega is given by. അതായത് ഒരു ബോഡി ഞാൻ എടുക്കുന്നു, അതിന് ഒരു റെസിപ്രോക്കേറ്റിംഗ് പാർട്ടാണ്, അതിൻ്റെ മാസ് എമ്മും അതിൻ്റെ റേഡിയസ് ആറുമാണ്, അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ഒമേഗയുമാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ പ്രൈമറി ഡിസ്റ്റർബിംഗ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ എന്താണ് പ്രൈമറി ഫോഴ്സ് ആണ്, അവിടെ നമ്മൾ പ്രൈമറി സെക്കൻഡറി നമ്മൾ ഡീൽ ചെയ്തു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് ഫോഴ്സാണ് പ്രൈമറി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എം ആർ ഒമേഗ സ്ക്വയർ സൈൻ തീറ്റ ആണോ, എം ആർ ഒമേഗ സ്ക്വയർ കോസ് തീറ്റ ആണോ, എം ഒമേഗ സ്ക്വയർ ആർ സൈൻ 2θ/n ആണോ, ഓർ ഫോർത്ത് ഓപ്ഷൻ എം ഒമേഗ സ്ക്വയർ ആർ ഇൻറ്റു കോസ് 2θ/n എന്നുള്ളതാണോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രൈമറി ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി ഫോഴ്സ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഈസ് എം ആർ ഒമേഗ സ്ക്വയർ കോസ് തീറ്റ എന്നുള്ളതാണ്. പ്രൈമറി എന്നുള്ളത് എം ആർ ഒമേഗ സ്ക്വയർ കോസ് തീറ്റ എന്നുള്ളതാണ്. എം ആർ ഒമേഗ സ്ക്വയർ കോസ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എം ആർ ഒമേഗ സ്ക്വയർ കോസ് 2θ/n എന്താണ്, ദാറ്റ് ഈസ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി ആണ്. ദിസ് ഈസ് സെക്കൻഡറി അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് എം ആർ ഒമേഗ സ്ക്വയർ കോസ് 2θ/n എന്നുള്ളത്. എം ആർ ഒമേഗ സ്ക്വയർ കോസ് തീറ്റ എന്നുള്ളതാണ് പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ ട്രാക്റ്റീവ് റെസിസ്റ്റൻസ് ഡ്യൂറിങ് ദ പ്രൊപ്പൽഷൻ ഓഫ് എ വീൽഡ് വെഹിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ. അതായത് നമുക്കറിയാം ഒരു വീൽഡ് വെഹിക്കിൾ, നമുക്ക് 2 വീലേഴ്സ് ഉണ്ട്, 4 വീലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വീൽഡ് വെഹിക്കിൾസ് ആണ്. ആ വീലുള്ള വെഹിക്കിൾ റോഡിലൂടെ പോകുന്ന സമയത്ത്, അല്ല റോഡിലൂടെ നമ്മളത് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ക്രൂസ് ചെയ്യുന്ന സമയത്ത് അതിന് പല റെസിസ്റ്റൻസുകളെ ഓവർകം ചെയ്ത് വേണം അതിന് മൂവ് ചെയ്യാനായിട്ട്. സോ വാട്ട് ആർ ദോസ് റെസിസ്റ്റൻസ്? ആ റെസിസ്റ്റൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് റോഡ് റെസിസ്റ്റൻസ്, സെക്കൻഡ് എയറോഡൈനാമിക് റെസിസ്റ്റൻസ്, ഗ്രേഡിയൻറ്റ് റെസിസ്റ്റൻസ്, ഓൾ ഓഫ് ദീസ്. എന്താണ് റോഡ് റെസിസ്റ്റൻസ്? നമുക്കറിയാം എല്ലാ റോഡും ഒരു ഫ്രിക്ഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. റോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടാർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സോ അത് നമ്മുടെ വീലിന് അല്ലെങ്കിൽ ടയറിന് ഒരു ഓപ്പോസിറ്റ് ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് റോഡ് റെസിസ്റ്റൻസ്. എയറോഡൈനാമിക് റെസിസ്റ്റൻസ്, നമുക്കറിയാം ഒരു എയറിലൂടെ അല്ലെങ്കിൽ എയറിനെ ക്രോസ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ എയറിനെ മുറിച്ച് വേണം നമ്മുടെ വെഹിക്കിളിന് മൂവ് ചെയ്യാനായിട്ട്. സോ ആ എയറോഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു റെസിസ്റ്റൻസ് ഉണ്ട്. വാട്ട് ഈസ് ഗ്രേഡിയൻറ്റ് റെസിസ്റ്റൻസ്? നമുക്കറിയാം വെഹിക്കിൾ കയറുന്ന സമയത്ത് നമ്മൾ വളരെ ലോഡ് നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ ഫസ്റ്റ് ഗിയർ ഇട്ടുകൊണ്ട് നമ്മൾ കയറാൻ നമ്മൾ പറയാറുണ്ട്. സോ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ് ഗ്രേഡിയൻറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ, ഒരു വീൽഡ് വെഹിക്കിൾ റോഡിലൂടെ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഓൾ. നമുക്ക് ഇതെല്ലാം തന്നെ നമുക്ക് ഡീൽ ചെയ്യണം, ഇതെല്ലാം തന്നെ നമുക്ക് ഓവർകം ചെയ്താലേ ആ വെഹിക്കിളിന് മൂവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, വി ആർ മൂവിങ് ഓൺ ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ പറയുന്നത് ദ മാക്സിമം മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻ എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് സ്ട്രോക്ക് ഈസ് നോൺ ആസ്. അതായത് നമുക്കറിയാം ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് അലോങ് എ ലൈൻ. ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലൈനിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലറായിട്ടും പാരലായിട്ടും അൺബാലൻസ് ഫോഴ്സുകൾ നടക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ലൈൻ ഓഫ് സ്ട്രോക്ക്, അല്ലെങ്കിൽ ഈ ലൈൻ ഓഫ് സ്ട്രോക്കിന് പെർപെൻഡിക്കുലറായിട്ട് ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് എന്താണെന്നുള്ളതാണ്. പെർപെൻഡിക്കുലറായിട്ടുള്ളത് എപ്പോഴും ഹാമർ ബ്ലോ ആണ്. ഓക്കെ, ഇവിടെ ആ ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ബി ഓപ്ഷൻ. ഹാമർ ബ്ലോ ആണ് എപ്പോഴും പെർപെൻഡിക്കുലർ ഉള്ള ഫോഴ്സ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പെർപെൻഡിക്കുലർ ഫോഴ്സ്. ഇങ്ങനെയാണ് ഹാമർ ബ്ലോ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹാമർ ബ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് സ്ട്രോക്ക്. ലൈൻ ഓഫ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണെങ്കിൽ, ദാറ്റ് ഈസ് ലൈൻ ഓഫ് സ്ട്രോക്ക് LOS ഇതാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ഹാമർ ബ്ലോ ആക്ട് ചെയ്യുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ.
We are moving on to the next question. Usually, following fraction of the reciprocating masses is balanced in case of reciprocating engines. അതായത് നമുക്കറിയാം ഏതൊരു സാധനം അല്ലെങ്കിൽ ഏതൊരു എഞ്ചിനും നമുക്ക് കംപ്ലീറ്റ്ലി ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പം സാധാരണ യൂഷ്വലി നമ്മുടെ ഒരു റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ എത്ര ഭാഗം അല്ലെങ്കിൽ ഹൗ മച്ച് നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുള്ള, നമുക്ക് ഫുള്ളി ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഫുൾ ഫ്രാക്ഷൻ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഹാഫ് പറ്റുന്നുള്ളോ, 1/4 ആണോ, ഓർ 2/3 ആണോ? ഓക്കെ, ദ ആൻസർ ഈസ് 2/3 എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. 2/3. അപ്പോൾ നമുക്കൊരു 2/3 പോർഷൻ മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. സോ ബാക്കി കിടക്കുന്നൊരു 1/3 ഉണ്ടല്ലോ, ആ 1/3 നമുക്ക് അൺബാലൻസ് ആയിട്ട് അവിടെ കിടക്കുക, നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എഫക്റ്റ് ഈസ് മോർ ഡേഞ്ചറസ് ഫോർ എ ഷിപ്പ്? നമുക്കൊരു ഷിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും മേജറായിട്ടുള്ള ഡേഞ്ചറസ് എഫക്റ്റ് ഏതാണ്? നമുക്ക് പല ഒരു വെഹിക്കിൾ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ അതിന് പല മോഷൻസ് ഉണ്ടാവും നമ്മൾ പറയാറുണ്ട്. അതായത് റോളിംഗ് ഉണ്ടാവാറുണ്ട്, വേവിങ് ഉണ്ടാവാറുണ്ട്, പിച്ചിങ് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്. റോളിങ്ങും വേവിങ്ങും പിച്ചിങ്ങും സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് നാല് മോഷൻസാണ്. അതായത് ഇപ്പോൾ നമ്മൾ വെള്ളത്തിലൂടെ പോകുന്ന ഇത് നമ്മൾ ഷിപ്പിലും പറയാറുണ്ട്, അതേപോലെ തന്നെ എയർക്രാഫ്റ്റുകൾക്ക് നമ്മൾ പറയാറുണ്ട് ഈ 4 മോഷൻസ്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എഫക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഈസ് പിച്ചിങ് എന്നുള്ളതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നത്. പിച്ചിങ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് പിച്ചിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു മോഷനാണ്. ദാറ്റ് ഈസ് ഇതിനാണ് പിച്ചിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പിച്ചിങ് മോഷനാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. എ സിസ്റ്റം ഈസ് ഡൈനാമിക്കലി ബാലൻസ്ഡ് ഇംപ്ലൈസ് ദാറ്റ്. ഒരു സിസ്റ്റം ഡൈനാമിക്കലി ബാലൻസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് ഈസ് അതിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് എ സിസ്റ്റം ഈസ് ക്രിട്ടിക്കലി ഡാംപ്ഡ്, ദ സിസ്റ്റം ഈസ് അറ്റ് ക്രിട്ടിക്കൽ സ്പീഡ്, തേർഡ് ഓപ്ഷൻ ദ സിസ്റ്റം ഈസ് ഓൾസോ സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ്, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ദർ വിൽ ബി നോ വിയർ ഓഫ് ബിയറിങ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് സിസ്റ്റം ഈസ് സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ്. സിസ്റ്റം സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ് ആവും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സ്റ്റാറ്റിക് ബാലൻസിങ് ആൻഡ് വാട്ട് ഈസ് ഡൈനാമിക് ബാലൻസിങ്? ഒരു സിസ്റ്റം ഓഫ് മാസസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് മാസസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എനിക്ക് ഇഷ്ടം പോലെ മാസുകളുണ്ട്. ഓക്കെ, ഇവിടെ M1 M2 M3 എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മാസുകളുണ്ട്. ഈ മാസുകളെയൊക്കെ തന്നെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ അല്ല, ഈ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഈ മാസുകളൊക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു റിസൾട്ടൻ്റ് മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് മാത്രമാണ് ഞാൻ ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഗ്മ എഫക്സിനെ 0 ആക്കിയെങ്കിൽ ദെൻ അതിനെ വിളിക്കുന്നവരാണ് സ്റ്റാറ്റിക്കലി ബാലൻസിങ്. ദെൻ വാട്ട് ഈസ് ഡൈനാമിക്കലി ബാലൻസിങ്? നമുക്ക് സ്റ്റാറ്റിക്കലി ബാലൻസ് ചെയ്താലും മൊമെൻറ്റ് ബാലൻസ് ആവണമെന്നില്ല. പക്ഷേ ഡൈനാമിക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, സ്റ്റാറ്റിക് അല്ലെങ്കിൽ സിഗ്മ എഫും 0 ആയി പോകുന്നു, സിഗ്മ എമ്മും 0 ആയി പോകുന്നു. അതായത് നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ എഫ് നെറ്റ് എന്ന് പറഞ്ഞ വാല്യൂ 0 ആയി മാറുന്നു. അതേപോലെ തന്നെ എന്താണ് നെറ്റ് മൊമെൻറ്റ് അല്ലെങ്കിൽ മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയി പോകുന്നു. സോ എന്താണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്? ഡൈനാമിക്കലി ബാലൻസ്ഡിൻ്റെ കേസാണ്. സോ ഒരു ബോഡി ഡൈനാമിക്കലി ബാലൻസ്ഡ് ആവുന്നു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ് ആയാലേ ഡൈനാമിക്കലി ബാലൻസ് ആവുന്നുള്ളൂ. സോ ഇഫ് എ ബോഡി ഈസ് ഡൈനാമിക്കലി ബാലൻസ്ഡ്, ദ ബോഡി ഈസ് സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ്. നമുക്ക് ആ ഒരു സ്റ്റാറ്റിക് ബാലൻസിങ് ഓൾറെഡി അച്ചീവ് ചെയ്തിരിക്കും. Okay, 9th question. If there are several unbalanced mass in a rotor in different planes, the minimum number of balancing masses required. അതായത് ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുന്ന, ഒരു ഷാഫ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന, ആ ഷാഫ്റ്റിൽ പല അൺബാലൻസ് മാസുകളുണ്ട്. ഈ അൺബാലൻസ് മാസുകളെല്ലാം എനിക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹൗ മെനി നമ്പർ ഓഫ് ബാലൻസിങ് മാസസ് റിക്വയർഡ്? എത്ര ബാലൻസിങ് മാസുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്? ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് 2 ബാലൻസിങ് മാസെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു എൻറ്റയർ സിസ്റ്റം ഓഫ് അൺബാലൻസിനെ നമുക്ക് മാറ്റി അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 2, അറ്റ്ലീസ്റ്റ് 2 നമ്പർ ഓഫ് ബാലൻസിങ് മാസസ് ആർ റിക്വയർഡ്. And the last question is, the tractive force is maximum or minimum when the angle of inclination of the crank to the line of stroke is equal to. അതായത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ദ ലൈൻ ഓഫ് സ്ട്രോക്ക് ആൻഡ് ക്രാങ്ക്. നമുക്ക് ലൈൻ ഓഫ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ലൈനുണ്ട്, അതേപോലെ ക്രാങ്കും ഉണ്ട്. ഈ ക്രാങ്കും അതേപോലെ തന്നെ ഈ ഒരു ലൈൻ ഓഫ് സ്ട്രോക്കും തമ്മിലുള്ള ആ ഒരു ആംഗിൾ എന്തുമാത്രം ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ട്രാക്റ്റീവ് ഫോഴ്സ് മിനിമവും മാക്സിമം ആകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ഈസ് കമ്മിങ് ആസ് ദാറ്റ് ഈസ് 135 and 315. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആംഗിൾ നമുക്കറിയാം. ഈ ക്രാങ്ക് ഈസ് ഓൾവേസ് റൊട്ടേറ്റിംഗ്. അതേപോലെ ലൈൻ ഓഫ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ്. ബട്ട് ദ ക്രാങ്ക് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗിൾ ഒമേഗ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ആംഗിൾ വെലോസിറ്റി ഈ ഒരു ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ക്രാങ്കും അതേപോലെ തന്നെ ഈ ഒരു ലൈൻ ഓഫ് സ്ട്രോക്കിനും ഇടയ്ക്കുള്ള, അതായത് LOS ലൈൻ ഓഫ് സ്ട്രോക്കിനും ഇടയ്ക്കുള്ള ആംഗിൾ വെൻ ഇറ്റ് ബിക്കം 135 and 315, ദ ട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, ഒരു അൺബാലൻസ് ആണ്. അതിൻ്റെ വാല്യൂ മാക്സിമം ഓർ മിനിമം ആകുന്നു.
ഓക്കെ, സോ ഈ ആംഗിൾ ദാറ്റ്സ് 135 ആൻഡ് 315 എന്നുള്ള ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, സോ ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീൽ ചെയ്തിരുന്നത് നമ്മളെന്താണ് ബാലൻസിങ് എന്ന ടോപ്പിക്കാണ്. തിയറി ഓഫ് മെഷീൻസിൽ വരുന്നതാണ്. തിയറി ഓഫ് മെഷീനിൽ തന്നെ ബാലൻസിങ് അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ചില ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ട്. എക്സാമ്പിൾക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള വീഡിയോസും മറക്കാതെ തന്നെ കാണുക. താങ്ക്